കൊളോണിലെ പ്രശസ്തനായ പ്രസ് ഉടമ ഫ്രൈസൺ തൻ്റെ കുഞ്ഞും ഭാര്യയും എങ്ങനെയാണ് ആത്മാക്കളുടെ സഹായത്താൽ സൗഖ്യം പ്രാപിച്ചതെന്ന് വിശദീകരിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെക്കുറിച്ചുള്ള പുസ്തകം അച്ചടിക്കാനുള്ള ഓർഡർ ഫ്രൈസണ് ലഭിച്ചു. ആ പുസ്തകത്തിൻ്റെ പ്രൂഫ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ആത്മാക്കൾക്ക് അവരുടെ സ്നേഹിതർക്കായി ചെയ്യാൻ കഴിയുക എന്ന് ആദ്യമായി മനസ്സിലാക്കാൻ അദ്ദേഹത്തിനിടയായി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ഗുരുതരമായ ഒരു രോഗം പിടിപെട്ട് കിടപ്പിലായി. രോഗം വളരെ വേഗം അപകടകരമായ അവസ്ഥയിലേക്ക് എത്തി. ആശയ്ക്ക് പോലും വകയില്ല എന്നായി. അപ്പോൾ അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിൽ ആത്മാക്കളുടെ ശക്തിയെക്കുറിച്ച് പറയുന്നത് ഓർത്തു. തൻ്റെ പ്രസ്സിൽ അച്ചടിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിൻ്റെ 100 കോപ്പി സ്വന്തം ചെലവിൽ അച്ചടിച്ച് പ്രചരിപ്പിക്കാൻ ഒരു പ്രതിജ്ഞയെടുക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ദേവാലയത്തിലിരുന്ന് ദൈവസന്നിധിയിൽ തൻ്റെ പ്രതിജ്ഞ വളരെ ഗൗരവപൂർണമായി തന്നെ അദ്ദേഹം എടുത്തു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ആശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെതുമായ ഒരു അനുഭവമുണ്ടായി. വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ വെള്ളമിറക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്ന തൻ്റെ മകൻ ആഹാരം കഴിക്കുന്നതാണ് കണ്ടത്. വളരെ വേഗം അപകടനില തരണം ചെയ്ത കുട്ടി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ഉടനെ ഫ്രൈസൺ തൻ്റെ പ്രതിജ്ഞ നിറവേറ്റാൻ നിശ്ചിത കോപ്പികൾ അച്ചടിച്ച് പ്രചരിപ്പിക്കാൻ നടപടിയെടുത്തു. അതുവഴി 100 പേരെയെങ്കിലും ആത്മാക്കളുടെ കാര്യത്തിൽ താല്പര്യമുള്ളവരാക്കി തീർക്കാനും അങ്ങനെ ആത്മാക്കളെ സഹായിക്കാൻ നല്ലൊരു മാർഗമാക്കി തീർക്കാനും അദ്ദേഹം തയ്യാറായി. കാരണം ആത്മാക്കളുടെ യാതന എന്തെന്നറിയുന്ന ആർക്കും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിഷേധിക്കാൻ കഴിയില്ല എന്ന് ഫ്രൈസണ് അറിയാമായിരുന്നു. കാലം കടന്നുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുതിയൊരു ദുഃഖം കടന്നു വന്നു. ഇത്തവണ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് രോഗിണിയായി തീർന്നത്. എല്ലാ ചികിത്സകളും നടത്തിയിട്ടും രോഗം വഷളാകുകയല്ലാതെ ഫലമൊന്നും ഉണ്ടായില്ല. ഓർമ്മശക്തി നഷ്ടപ്പെട്ട് പൂർണ്ണമായും തളർന്നു പോവുകയും ചെയ്തു. ഡോക്ടർമാർ ആശ കൈവിടിഞ്ഞ നിലയിലെത്തി. ഫ്രൈസൺ പെട്ടെന്ന് തൻ്റെ മകൻ്റെ കാര്യത്തിൽ എപ്രകാരമാണ് ആത്മാക്കൾ സഹായിക്കാനെത്തിയത് എന്നോർത്തുകൊണ്ട് വേഗം പള്ളിയിലേക്ക് പോയി. അവിടെ ചെന്ന് താൻ നേരത്തെ വിതരണം ചെയ്ത പുസ്തകത്തിൻ്റെ 200 കോപ്പികൾ അച്ചടിച്ച് വിതരണം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തു. തൻ്റെ ഭാര്യയെ സഹായിക്കണമെന്ന് ആത്മാക്കളോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്നോണം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആരോഗ്യനില ശരിയാവുകയും കൈയും കാലും നാവും ചലിച്ചു തുടങ്ങുകയും ചെയ്തു. വളരെ പെട്ടെന്ന് അവൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു.